and welcome back. ഇന്നത്തെ vlog is all about our staycation in Munnar. നമ്മളൊരു 2 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ 4 o'clock മോർണിംഗ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആസ് യു ക്യാൻ സി ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. ഞാൻ സ്കൂൾ തൊട്ടേ ഞാൻ അങ്ങനെ നേരത്തെ എണീറ്റ് പഠിച്ച ശീലമൊന്നുമില്ല, എക്സാമിൻസിനായാലും പോലും. അപ്പം ഞാൻ പില്ലോവും അതുപോലെ ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു 11:30-12 ആയപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തി. ആൻഡ് ഏത് റിസോർട്ടാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ആൻഡ് ഇതാണ് നമ്മളൊരു ബാംബു ഹട്ട് ഫുള്ളായിട്ടാണ് ബുക്ക് ചെയ്തത്, നമ്മുടെ ഫാമിലിക്ക് മാത്രം. ഫാമിലി എന്ന് പറയുമ്പോൾ 4 പേരായിരുന്നു കേട്ടോ പോയത്. ആൻഡ് അതിൻ്റെ ചുറ്റുമുള്ള ഒരു വ്യൂ ഇതായിരുന്നു. ആൻഡ് മെയിൻ തിങ് പറയേണ്ടത്, ഭയങ്കര കാം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മൾ നോക്കിയതും നമുക്ക് കിട്ടിയതും. കാരണം എനിക്ക് ഭയങ്കര കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിരിക്കണം, കുറച്ച് കാം ആയിരിക്കണം വെച്ചാണ് ഞാൻ നോക്കിയത്. ആൻഡ് ഞാനാണ് ഈ ഒരു റിസോർട്ട് സെലക്ട് ചെയ്തതും. നമ്മുടെ ഒരു റൂമിൽ നിന്നും നമ്മുടെ ഹട്ടിൽ നിന്നും ഉള്ള ഒരു വ്യൂ ഈ മൗണ്ടെയിൻസ് ആണ്. ഇഫ് യു ആർ എ മൗണ്ടെയിൻ പേഴ്സൺ, പിന്നെ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കാണ്. നെക്സ്റ്റ് നമ്മുടെ റൂം ടൂർ. ആൻഡ് ഇതായിരുന്നു നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. ആൻഡ് അവിടെ നിന്ന് നമുക്കൊരു ചെറിയ കോറിഡോർ ഉണ്ട്. ആൻഡ് അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ആൻഡ് ഈ സ്റ്റെപ്സ് കയറി മേളിൽ പോയാൽ ഒരു ബെഡ്റൂം ഇട്ടിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നും നമുക്കൊരു കോറിഡോർ ഉണ്ട്. ആൻഡ് ഈ കോറിഡോറാണ് ഇതിലെ ബെസ്റ്റ് എന്ന് പറയാം. ആൻഡ് നമുക്ക് അവിടെ കഴിക്കാനായിട്ട് ഒരു കുഞ്ഞ് ടേബിളും 2 ചെയേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അവിടെ ഇരുന്നായിരുന്നു. ആൻഡ് ഈ ഒരു മൗണ്ടെയിൻ വ്യൂ ആണ് ദ ബെസ്റ്റ്. നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും അതുപോലെ ചായ കുടിക്കുമ്പോഴും ഒക്കെ. പിന്നെ ബെഡിൽ നിന്ന് നമ്മൾ ഈ ഒരു കർട്ടൻസ് മാറ്റിയാൽ നമുക്ക് ഇതേ വ്യൂ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം നമ്മൾ നല്ല പൊക്കത്തിൽ വരുന്നത് കൊണ്ട് ഇറ്റ് വാസ് സോ ഗുഡ്. സ്ഥലം അടിപൊളിയാണ്, അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ്, ഫുഡും അടിപൊളിയായിരുന്നു. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ മുകളിലത്തെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണ്. അവിടെയും നമുക്ക് ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് തൊടുപുഴയിലാണ് നിർത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ വെജ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റിസോർട്ടിൽ വന്നതിന് ശേഷമാണ് ലഞ്ച് നമ്മൾ അവരടുത്ത് പറഞ്ഞത്. അവിടെ ഒരു റിസോർട്ടിലൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഇല്ല, അങ്ങനെ പോയി ഇരിക്കാനായിട്ടൊരു സ്പേസ് ഇല്ല. നമ്മൾ എന്ത് ഫുഡ് പറയുന്നോ അവർ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുതരും. അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത്, പിന്നെ ഒരു മീൽസും നല്ല ഫുഡായിരുന്നു. അത് കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് ഉറങ്ങി, ബിക്കോസ് നല്ല ടയേർഡായിരിക്കുമല്ലോ അത്ര യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ പറഞ്ഞു, ആൻഡ് വിത്ത് ഏത്തയ്ക്കാപ്പം. ആൻഡ് ഭയങ്കര വലിയ ഏത്തയ്ക്കാപ്പമായിരുന്നു. ആൻഡ് അതെല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ റെഡി ആയിട്ട് പുറത്തേക്ക് പോയി. ആൻഡ് പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ ഒറ്റ പ്ലേസാണ് മനസ്സിലാലോചിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ ശരിയാവും, പിന്നെയും മഴ പെയ്യും. പക്ഷെ നമുക്കങ്ങനെ പ്രശ്നമായിട്ടുള്ള ഒരു മഴയല്ല, പക്ഷെ നല്ല കോട ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു, ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഒരു റീൽസ് കണ്ടിട്ട് നമ്മൾ മൂന്നാറിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ചായക്കട ഉള്ള ഒരു റീൽസ് കണ്ടിട്ട് നമ്മൾ അവിടേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ റിസോർട്ടിൽ ആക്ച്വലി പ്ലാന്റേഷൻസ് ആണ്, കൊക്കോയും അതുപോലെ ഏലക്കായും അങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ വഴി കുറച്ചുകൂടെ ചെറുതാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നെയ്ബേഴ്സ് ആണ് വിൽ മൗണ്ട് എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഫേമസ് ആയിരിക്കും. വിൽ മൗണ്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉണ്ട്, അത് മൂന്നാറിൽ തന്നെയാണ്. അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നമ്മൾ പോയത് ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് പേജൊന്നും ഇല്ല, അവർ ഈ ആപ്പ് വഴിയാണ് അവർ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയപ്പോൾ കുറച്ച് ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷേ സീനറീസൊക്കെ അടിപൊളിയായിരുന്നു. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി, പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളുടെ ഡെസ്റ്റിനേഷൻ
എന്ന് പറയുന്നത് കോഫി ഷോപ്പ്, ആ ഒരു ചെറിയ ചായക്കടയാണ്. കോഫി ഷോപ്പ് എന്നൊന്നും പറയാനില്ല കേട്ടോ, ഒരു ചെറിയ ചായക്കടയാണ്. അതിൻ്റെ അടുത്ത് നല്ലൊരു വാട്ടർഫാൾ. ഇത് നമ്മളൊരു റീല് കണ്ട് അതിൻ്റെ ഒരു പറഞ്ഞ ലൊക്കേഷൻ വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം കുറച്ചൊരു മഴയുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ പള്ളിവാസൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് ഒരു റൈറ്റ് ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ആ വഴി കുറച്ച് ചെറിയ വഴിയാണ്. അതായത് അറ്റ് എ ടൈം ഒരു വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ്. പിന്നെ ഇടയ്ക്ക് വണ്ടി വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോയത്. അങ്ങനെ പോയി നമുക്ക് വഴി അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാലം വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ പാലം കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു പള്ളിയുണ്ട്, ആ ചർച്ചിൽ എന്തൊക്കെയോ പരിപാടി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനില്ല, ഈ പറഞ്ഞ ചായക്കടയും കാണാനില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ വിഷമിച്ചു. പക്ഷേ എൻ്റെയും എൻ്റെ ഫ്രണ്ടിനും എൻ്റെ കസിനും ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നു, എന്തായാലും നമ്മൾ വന്നതാണ്, ഞങ്ങൾക്കിത് കണ്ടേ തീരും. പക്ഷെ എൻ്റെ ഉമ്മയ്ക്കും വാപ്പിക്കും വാസ് ലൈക്ക്, എന്താ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സീനറി കാണാം, എന്തൊരു ചായക്കടയും വെള്ളച്ചാട്ടം എന്നുള്ളൊരു മൈൻഡാണ്. അത് മിക്ക പാരൻസിന് അങ്ങനെയാണ്. മഴയുമാണ്, അപ്പോൾ മഴയത്തൊന്നും ഇറങ്ങണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നത് ഇത് കാണാനാണ്. അത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതിൽ ഒരു പ്ലാനിങ് ആയിരുന്നു അത്, ആ ഒരു ചായക്കടയിൽ പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ വഴി വന്നപ്പോൾ വണ്ടി ഇട്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ചോദിക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ആ പാലമില്ലേ ഞാൻ പറഞ്ഞ, ആ പാലത്തിൻ്റെ തൊട്ട് മുകളിലാണ് ഈ പറഞ്ഞ ചായക്കട. അവിടെ ആണെങ്കിൽ നല്ല ആ മഴ ഒരു ചെറിയ ചാറ്റലൂടെ ഉള്ളതുകൊണ്ട് ആ വെള്ളച്ചാട്ടം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ പാരൻസ് കാറിൽ തന്നെ ഇരുന്നു. അവർ മഴ നനയും, പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിയില്ല. ഈ ഒരു വെള്ളച്ചാട്ടം പോകുന്ന വഴിയിലുള്ളതാണ്. ഇതിങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് താഴെ ചെല്ലുന്നത്. അങ്ങനെ ഈ കാണുന്ന വഴിയിലൂടാണ് നമ്മൾ ഇങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ ചായക്കട നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഉമ്മച്ചിയും അമ്മച്ചിയും അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവർക്കൊരു വലിയ നഷ്ടമായിരുന്നു. കണ്ടുപിടിച്ച് നമ്മൾ ദേ അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ ആ റീൽസിലുള്ള പോലെ തന്നെ ആയിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ ഒരു ലുക്കും, അതുപോലെ ആ വെള്ളച്ചാട്ടമൊക്കെ. നമ്മൾ ആദ്യം നേരെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയിലോട്ടാണ് പോയത്. ആൻഡ് ഒരു ചെറിയ മഴയും ഉള്ളത് കൊണ്ട് നല്ലൊരു എന്താ പറയുന്ന ഒരു ക്ലൈമറ്റും എല്ലാം നല്ലതായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ ഇപ്പുറത്ത് പോയി ഇരുന്നതുമാണ്. ആ ഒരു വഴിയുണ്ടോ, ഈ വഴി നമ്മൾ നേരെ അങ്ങ് പോയി തിരിച്ചു വന്നപ്പോഴാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഒരു മലപ്പുറത്തു നിന്ന് വന്ന ഒരു ഫാമിലിയും ഒരു ഉമ്മ വാപ്പ മക്കളും എല്ലാം കൂടെ വന്നു. അവർ ഇതേപോലെ ഒരു റീല് കണ്ടിട്ടാണ് നമ്മളെപ്പോലെ അവിടെ എത്തിയത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ചായയും മാഗിയും ഒക്കെ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു കൊച്ചു കടയാണ്. ചായ, കാപ്പി, മാഗി, ബ്രെഡ് ടോസ്റ്റ്, പക്ഷേ ഇതെല്ലാം അവിടെ കിട്ടും. പിന്നെ ബോട്ടിൽ വാട്ടറും അവിടെ ഉണ്ട്. ഒരു അപ്പൂപ്പനും അമ്മമ്മയാണ് അത് നടത്തുന്നത്. ആൻഡ് അവിടെ തന്നെയാണ് അവരുടെ വീടും. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴാണ് ഇവിടെ എന്താ ആള് കുറഞ്ഞത്, മഴയായതുകൊണ്ട് നേരത്തെ നല്ല ആളുണ്ടായിരുന്നു എന്ന്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവിടേക്കൊക്കെ കറങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ചെടികളും പൂക്കളും മൂന്നാറിൽ മൊത്തം ഉണ്ടായിരുന്നു. അത് എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ച് നടുന്ന ചെടികളൊന്നും അല്ല, പക്ഷെ നല്ല കളേഴ്സിലുള്ളതും അതുപോലെ റോസാപ്പൂൻ്റെ നമ്മൾ കണ്ട ഒരു ഏരിയയിൽ ഫുൾ റോസാപ്പൂവാണ് പല കളറിൽ. ഇത് അവരുടെ ആ ഒരു ഷോപ്പിൻ്റെ ബാക്കിലാണ് കേട്ടോ ആ വെള്ളച്ചാട്ടമൊക്കെ. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞു ഭയങ്കര സമ്മറായപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് തുടങ്ങി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ പാലം കാണാൻ പറ്റുന്നില്ലേ, ആ പാലം നമ്മൾ പുലിവാസൽ വഴി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണും. ആ പാലത്തിൻ്റെ തൊട്ട് മുകളിലാണ്. നമ്മളിത് കാണാതാണ് കുറച്ചുകൂടെ പോയി കറങ്ങിയത്. പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളിത് കണ്ടിട്ടേ പോകൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് കണ്ടത്. ആസ് യൂഷ്വൽ മല്ലു പാരൻസ് എന്താ പറയുക, മഴയാണ് വെള്ളച്ചാട്ടമൊക്കെ പിന്നെ നമുക്ക് കാണാം വയോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. പക്ഷെ ഞങ്ങൾ എന്താ പറഞ്ഞത്, ആ റീൽസ് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റിയത്. അത് കണ്ടത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി.
പിന്നെ നമ്മൾ തിരിച്ച് ആ വഴി വന്നപ്പോൾ ഉള്ള ആ ഒരു ക്ലൈമറ്റും അതുപോലെ ആ ഒരു സീനറിയും ഒക്കെയാണ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലെത്തിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ നമ്മൾ ഡിന്നർ നേരത്തെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഡിന്നർ കൊണ്ടുവന്നു. നമ്മൾ ആ ഒരു കോറിഡോറിൽ ഇരുന്ന് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പോയി കിടന്നുറങ്ങി. പിന്നെ ദാ മോർണിംഗ് ഡേ 2. മോർണിംഗ് ഞാനും എൻ്റെ ഉമ്മച്ചിയും കൂടെ മുകളിലത്തെ ആ ഒരു ബെഡിലായിരുന്നു കേട്ടോ കിടന്നത്. മുകളിലത്തെ ഒരു ഡോമിലായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ ഞാൻ ഇറങ്ങി ആ കോറിഡോറിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി നല്ല തണുപ്പും അതിൻ്റെ കൂടെ കിളികളുടെ ശബ്ദവും. അയ്യോ, നമ്മുടെ മനസ്സിൽ എന്ത് വിഷമോ എന്ത് ഭാരം ഉണ്ടെങ്കിലും ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെല്ലാം പോയി നമ്മളിങ്ങനെ അവിടെ ഇരിക്കുന്നു. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് അതെല്ലാം ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെന്താ അവിടെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു. പല്ല് തേക്കാതെ എവിടെയും പോവാതെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പക്ഷെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ ഞാൻ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞാൻ എൻ്റെ കസിനെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്ത് ഓക്കെ നമ്മൾ ഈ പ്ലാന്റേഷൻസ് വന്നിട്ട് കറങ്ങിയൊന്നും ഇല്ലല്ലോ, അതൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് അത്യാവശ്യം റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്നു മുത്തുമോൾ. എക്സ്പെക്റ്റഡ് ആണെന്ന് അഭിനയിക്കുന്നു മുത്തുമോൾ. ഏലക്ക കൃഷി ഇല്ല, ഏലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാടമും കുറേ ചോക്ലേറ്റ്സിൻ്റെ മരമുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ അല്ല, കൊക്കോ മരം. അതൊക്കെ കറങ്ങി കണ്ട് കൊക്കോ ഒക്കെ പിച്ചി കാടമൊക്കെ നോക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മയും വാപ്പി എഴുന്നേറ്റ് അവരിങ്ങനെ ചായയൊക്കെ ഓർഡർ ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളിത് എവിടെയാണ് പോയത് എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ പോയതാ. എന്നിട്ട് നമ്മൾ വിൽമൗണ്ടിലും പോയി കണ്ടിരുന്നു കേട്ടോ. ആ പ്രോപ്പർട്ടിയും ജസ്റ്റ് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പം ദാ ഒരാൾ, അയ്യോ ഇത് ഞാൻ മദ്രസയിൽ പോയപ്പോൾ കഴിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം അപ്പം തന്നെ പൊട്ടിച്ചു. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഉമ്മി ഇത് പൊട്ടിക്കില്ലേ, എനിക്ക് വ്ളോഗ് ഉണ്ടാക്കാനുള്ളതാണ്, ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടെന്നൊക്കെ. അപ്പം ഉമ്മ വെച്ചു അതിന് എനിക്ക് ചോക്ലേറ്റ് ഹൗസ് ആണ്, കുറച്ച് പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. നിയർ ബൈ ഒരു 3 ബെഡ്റൂംസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ബാംബു ഹട്ട് ബാക്കിലുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വിൽമൗണ്ട് എന്ന് പറഞ്ഞൊരു പ്ലേസ്. വിൽമൗണ്ട് ആക്ച്വലി അത്യാവശ്യം പോപ്പുലർ ആണ്. അവർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്. വിൽമൗണ്ടും ഇതിൻ്റെ തൊട്ടടുത്താണ്. ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ വിൽമൗണ്ട് ആണ് കാണുന്നത്. ദെൻ കുറച്ചുകൂടെ വരുമ്പോഴാണ് നമ്മുടെ ഈ മെറാക്കി ഹെറിറ്റേജ് റിസോർട്ട് വരുന്നത്. ആൻഡ് ഭയങ്കര പീസ്ഫുൾ ആണ്. വണ്ടിയുടെ ശബ്ദം അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഭയങ്കര പീസ്ഫുൾ ആണ്. ഫുഡൊക്കെ നന്നായിരുന്നു. ലൈക്ക് ലഞ്ച്, ഡിന്നർ ആൻഡ് എവറിത്തിങ് വാസ് സോ ഫൈൻ. നമ്മൾ ഭയങ്കര ഹെൽപ്പ്, നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആൻഡ് പിന്നെന്താ, നല്ല വ്യൂ ആണ്, ഫുൾ മൗണ്ടെയിൻ വ്യൂ ആണ്. ആൻഡ്
ഭയങ്കര റിലാക്സേഷന് പറ്റിയൊരു പോയിൻ്റാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് വിച്ച് ഈസ് വെരി റിലാക്സിങ് ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ദിസ്. ഞാനിത് ചൂസ് ചെയ്തത് അഗോഡ ആപ്പിൽ നിന്ന്, അഗോഡ വട്ടവർ ആ ആപ്പിൽ കയറിയിട്ടായിരുന്നു ഞാൻ മെറാക്കി ഹെറിറ്റേജ് ബുക്ക് ചെയ്തത്. ബട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം ഇവരുടെ അക്കൗണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ക്യാഷ് ഫ്രീ ബുക്കിംഗ് ആയിരുന്നു. അതായത് നോർമലി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഹാഫ് എമൗണ്ട് പേ ചെയ്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യൽ. ഇപ്പോൾ റിസോർട്ട്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ വരേണ്ട ഹോട്ടൽസ് ആയാലും ഒരു ഹാഫ് പേയ്മെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ബട്ട് ഇതിൽ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ക്യാഷ് ഫ്രീ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ പേര്, അഡ്രസ്സ്, എത്ര പേര് വരുന്നുണ്ട് അങ്ങനത്തെ ഉള്ളത് വെച്ചിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മെയിലിൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടി. ദെൻ നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ. ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് നമ്മൾ ഇന്നലത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ചത്. ആക്ച്വലി ഗ്യാപ്പ് റോഡ് കയറിയിട്ട് സൂര്യനെല്ലിയിലോട്ട് പോകുന്ന ഒരു വഴിയിലാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഷോപ്സ് ഉണ്ട്, ലൈക്ക് കോണ്, വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഭയങ്കര നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോഴാണ് മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റ് പക്ഷെ മേടിച്ച് തരില്ല എന്ന് എനിക്കറിയാം, കാരണം വയറ് ചീത്തയാവും. പിന്നെ എൻ്റെ അടുത്ത് പറയുന്നത് അത് ബാറ്ററി വെള്ളമാണ്, ഉപ്പിലിട്ട വെള്ളമല്ല എന്നൊക്കെയാണ്. നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ ഇത് മേടിച്ച് തരാറില്ല. എന്നാലും ഞാൻ എറിഞ്ഞു നോക്കി, ഏക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് കാറ് കയറി ഇങ്ങ് പോന്നു. പിന്നെ നമ്മൾ മൂന്നാർ സിറ്റിയിലൊക്കെ ഡയറക്റ്റ് ഒന്ന് കയറി ജസ്റ്റ് എല്ലായിടത്തും ടച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വീണ്ടും തൊടുപുഴയിൽ തന്നെയാണ് നിർത്തിയത്, ഒരു മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റ്. അവിടുത്തെ ഫിഷാണ് നമ്മൾ ഓർഡർ ചെയ്തത്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഒരു 12 മണിയായപ്പോൾ എത്തി. നിങ്ങൾ ആരെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മെറാക്കി ഹെറിറ്റേജ് റിസോർട്ടിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോകാം. പക്ഷെ തെറ്റാതെ അഗോഡ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ എമൗണ്ട് ഉണ്ടാവും, ചില സമയത്ത് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. That's it. I hope you like the video. See you on my next video. Bye.